ഹലോ ഗൈസ്, എല്ലാവർക്കും ഗ്രീൻ മം ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായില്ലേ ഞാൻ ഗാർഡൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ട്. വേറൊന്നുമല്ല, ഇവിടെ ഭയങ്കര ചൂടാണ്, വീഡിയോ എടുക്കാനൊന്നും ഇറങ്ങാനില്ല. എന്താ അമൃട്ടാ, നമുക്കൊരു വീഡിയോ ചെയ്തോട്ടെ, വീഡിയോ ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് ഞാനും അമൃട്ടിനും വൈകുന്നേരം അങ്ങനെ ചുമ്മാ ഇറങ്ങിയതാട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല, വെറുതെ ഇറങ്ങിയപ്പോൾ വിചാരിച്ചിരുന്ന ഒരു വീഡിയോ എടുക്കാം. വെയിൽ അങ്ങനെ പോകുന്നേ ഉള്ളൂ. അപ്പം സമ്മർ ആയതിൻ്റെ ശേഷം വല്ലാണ്ട് ഗാർഡനിങ് പണികളൊന്നും ചെയ്യലില്ല. ജസ്റ്റ് ചെടികളൊക്കെ ഒന്ന് നനയ്ക്കുള്ളൂ. അത് മിക്കവാറും രാവിലെയാണ് ഞാൻ ചെയ്യല്. നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉള്ള ബൊഗൈൻവില്ല കേട്ടോ, നിറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയതാ, ഇനിയും പൂടായിരിക്കും. ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കണം. ഈ 2 ടയറിലും മല്ലിക വിത്തിട്ട് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഗതി അത്യാവശ്യം വലിപ്പം വെച്ചു, പക്ഷേ പൂടുന്നില്ല. ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ, നല്ല വലിപ്പമുണ്ട്. മല്ലികയുണ്ട്, സീനിക അല്ലേ, അത് രണ്ടും ഉണ്ട്. ടയറിലുണ്ടായിരുന്ന മല്ലിക ഞാൻ അതെ 1-2 ഇതിലും കൂടി ആക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിലും വെച്ചിട്ടുണ്ട്. ഇതും നല്ല വലിപ്പമുണ്ട്, ഇതിലും ഉണ്ട്. ഇതൊക്കെ നല്ല വലിപ്പമുണ്ട്, പക്ഷെ പൂടുന്നില്ല. ഇനിയിപ്പോൾ ഈ സമ്മർ ആയതുകൊണ്ട്, ചൂടായതുകൊണ്ട് പൂടാത്താണോ എന്താ സംഭവം എന്നറിയില്ല. അതിലൊരു 10 മണി തൊട്ട് അത്യാവശ്യം നല്ല പൂക്കൾ ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ് കേട്ടത്. ഇതിൻ്റെ ചൈന റോസ്, മോസ് റോസിൻ്റെ കളക്ഷനാണ്. കുറേ കളറുണ്ടെങ്കിൽ. ഇതേ എൻ്റെ കുക്കുംബർ ചെടികളാണ് ഗൈസ്. എല്ലാം കരിഞ്ഞുണങ്ങി അങ്ങറ്റത്തെത്തി. ഇനിയിത് പറിച്ച് കളയേണ്ട കാര്യമുള്ളൂ. കണ്ടോ, ഏകദേശം നമ്മൾ കുക്കുംബറൊക്കെ കായ വന്ന് തുടങ്ങിയ സമയത്താണ് സമ്മറും തുടങ്ങിയത്. അതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ ഹാർവെസ്റ്റിംഗ് ഉണ്ടായിട്ടില്ല, പക്ഷെ എല്ലാം ഉണങ്ങി തുടങ്ങി. പൂച്ച പോയോ? കറിവേപ്പ് ചെടി കണ്ടോ, സംഭവം നല്ലോണം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ കണ്ടോ, മഞ്ഞ കളറാവും ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല, ഇവിടുത്തെ വെയിലുകൊണ്ടേ തണലുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ നേരത്തെ തണലുള്ള സ്ഥലം ഈ വീടിൻ്റെ പരിസരത്തില്ല. ഏതായാലും നമ്മളെ സമ്മർ ഗാർഡനിൽ അത്യാവശ്യം വിളവ് തന്നിട്ടുള്ള ഐറ്റംസ് ആണ് ചീരകൾ. ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനി ഈ ഒരു കാണുന്ന കുറച്ച് ചീര മാത്രമേ ഹാർവെസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ ചീരയും നമ്മൾ ഹാർവെസ്റ്റ്, ഇതൊക്കെ നന്നായിട്ട് ഹാർവെസ്റ്റ് ചെയ്തോട്ടോ. പിന്നെയും ഇങ്ങനെ തളിരിടുന്നുണ്ട്. ചീര അത്യാവശ്യം ത്രൈവിങ് ആണ്. സമ്മറാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുന്നിടത്തോളം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട്. ഏതായാലും അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അമൃട്ട ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ചീരയാണ് പ്രോമിസിങ് എന്താ പറയുക, കൃഷി വിഭവം, അങ്ങനെയല്ല പറയാ, ഇനം അമൃട്ട. കാരണം ചീര സമ്മറിലും നന്നായിട്ടുണ്ടാവും കേട്ടോ, അതിൻ്റെ പ്രൂഫാണിത്. ഓക്കെ, അപ്പം വിൻ്ററിൽ പിന്നെ എല്ലാം ഉണ്ടാവും, പക്ഷെ സമ്മറിൽ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുന്നതാണ് ചീര. എനിക്ക് 2 ടൈപ്പ് ചീര ആയിട്ടുള്ളത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. സുന്ദരി ചീര കണ്ട, അതിൻ്റെ തണ്ട് പിങ്ക് കളറ് ഓൾറെഡി ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാട്ടോ. പിന്നെയും മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായതാണ്. പിന്നെ മത്തൻ, കുമ്പളങ്ങ ടീംസ്, ചെരങ്ങ ടീംസൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അവരിങ്ങനെ ജീവിക്കുകയാണോ മരിക്കുകയാണോ എന്ന് അറിയില്ല. മഞ്ഞ കളറ്, പച്ച കളറ്, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉണങ്ങി പോകുന്നത് കാണാം. റോങ് ടൈമിലാണ് കുക്കുംബറൊക്കെ പ്ലാന്റ് ചെയ്ത് തുടങ്ങിയത്. കണ്ടോ, സംഭവം കായ ഇങ്ങനെ വരുന്നുണ്ടോ, സ്റ്റിൽ കായ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ പിടിക്കൂല, കാരണം ഒക്കെ ഉണങ്ങിപ്പോവും. അതുമാതിരി ചൂടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പറിച്ചിടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ തോന്നിയില്ല. സ്വന്തമായിട്ട് ഉണങ്ങി പോകുമ്പോൾ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചു. മത്തൻ, ചെരങ്ങ, കുമ്പളങ്ങ ഒക്കെ ഇലകൾ അത്യാവശ്യം ഉണ്ട്. ഇല വെച്ചിട്ട് നമുക്ക് താളിപ്പൊക്കെ ഉണ്ടാക്കാമല്ലോ. എന്തായാലും പറിച്ചിടാൻ തോന്നിയില്ല. കായ ഉണ്ടാവുമോയെന്നും അറിയില്ല, കാരണം ഇനി അങ്ങോട്ട് പൊരും ചൂടല്ലേ, ഇപ്പോഴേ ചൂടാണ്. നിൽക്കുന്നിടത്തോളം നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാവങ്ങൾ ചൂടാണെങ്കിലും ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഇതിന് ഞാൻ പന്തൽ പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പൈപ്പൊക്കെ ചൂടുകൊണ്ട് വളഞ്ഞും പോയി. പിന്നെ കെട്ടിക്കൊടുത്ത കമ്പൊക്കെ ചെതിൽ വന്നിട്ട് പോയി. ഏതായാലും അടുത്ത പ്രാവശ്യം തുടങ്ങുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യണം. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ.
മഞ്ഞ കളർ പൂക്കള് 1-2 പൂവൊക്കെ ഉണ്ടായിണ്ടായിരുന്നു കേട്ടോ മത്തന്മേലും. സമ്മറിലും അത്യാവശ്യം നന്നായിട്ട് പൂവിട്ടുണ്ടാവുന്ന സംഭവം ഈ ഒരു ചൈന റോസ് ചെടികളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ വേറെ വീഡിയോ ചെയ്യാം. ഏതായാലും ഇത് കുറച്ചും കൂടി നന്നായിട്ട് വിപുലമാക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ചട്ടികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ചൂടായതുകൊണ്ട് പുറത്തിറങ്ങി പണിയെടുക്കാനുള്ള ഒരു മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ ഈ സപ്പോസ് ഈ ഒരു ഇത് ഉണങ്ങി വരുന്ന കണ്ടപ്പം ഞാൻ ആ ചട്ടിയിൽ ഈ പറഞ്ഞ 10 മണി ചെടി കുത്തി വെച്ചു. അപ്പോൾ അത് നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോയാലും ഒന്നും ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഗാർഡൻ വിശേഷങ്ങൾ.